കാവാലം പുളിന്താനം ഷാപ്പിന് സമീപമാണ് ആയിഷ ഹാജിയുടെ വീടുള്ളത്. +2 കാലത്താണ് അദ്ദേഹം ഇവിടെ പഠനം തുടങ്ങുന്നത്. അതിനു മുൻപ് ഇൻഡോറിൽ മാതാപിതാക്കൾക്കൊപ്പമാണ് ഉണ്ടായിരുന്നത്. ആയുഷിൻ്റെ അച്ഛൻ ഷാജിയുടെ സഹോദരൻ സതീഷ് ചേട്ടനുണ്ട്. ആയുഷ് എല്ലാ വീക്കെൻഡിലും എത്തുമായിരുന്നു. എങ്ങനെ? വെള്ളിയാഴ്ച വരും, വെള്ളിയാഴ്ച അല്ല ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച രാവിലെ അല്ല ഞായറാഴ്ച വന്നെങ്കിൽ വൈകിട്ടല്ല തിങ്കളാഴ്ച രാവിലെ പോകും. ഞങ്ങളുടെ കുടുംബമാണിത്. ആ കുടുംബത്തിൽ വന്നിട്ട് രാവിലെ വന്നിട്ട് എല്ലാ ദിവസവും രാവിലെ വന്ന് ഞങ്ങളെല്ലാം വന്ന് കാണും. ഞങ്ങൾ 6 പേരുണ്ട്. അവൻ 6 പേര് അവൻ്റെ അപ്പുറം ഒഴിച്ച് ബാക്കി 5 പേര് ഇവിടെ തന്നെ ഉണ്ട്. 5 പേരും വന്ന് കാണുകയും ഒരു പെങ്ങളുണ്ട്, അവളെ ഞാൻ വന്ന് കാണുമില്ല ചെയ്യും. എല്ലാവരുടെയും വീടുകളിൽ പോവും, വന്ന് സംസാരിക്കും, എന്തെങ്കിലും കഴിച്ച് സന്തോഷമായിട്ട് പോകുന്ന എല്ലാ ദിവസവും പോകും. പക്ഷേ ഇങ്ങനൊരു സംഭവം ഞങ്ങൾ അധികമായിട്ട് ജീവിതത്തിൽ ഇവിടെ പോകും. ഈ ആലപ്പുഴയിൽ പഠിക്കാൻ വന്നത് ഇവിടെ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നതാണോ? നേരെ തീർച്ചയായും പുള്ളിക്ക് നേരത്തെ പോലെ അവന് ആഗ്രഹം കേരളത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. അങ്ങനെ വന്നത്. അപ്പം ഷായിക്കും ചേട്ടച്ചാർക്കും താല്പര്യമായിരുന്നു ഇവിടെ നിന്ന് പഠിക്കണം എന്നുള്ള. ചേട്ടൻ താല്പര്യം ഇവിടെ പഠിക്കുന്നു, ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടണം. അപ്പോൾ അവൻ നേരത്തെ പോലെ പറയായിരുന്നു എനിക്ക് ഡോക്ടർ ആകണം, നമ്മുടെ കുടുംബത്തിൽ ഡോക്ടർ വേണം എന്നൊരു അത്യാവശ്യം എന്നും പറയാം. ഞങ്ങൾ പറയും ഇപ്പോൾ ഞാൻ ഡോക്ടർ എന്നിട്ട് അപ്പാപ്പി ചികിത്സിക്കും എന്നൊക്കെ ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു. ഇന്ന് അവധിയാണല്ലോ, അപ്പോൾ ഇന്ന് വരാമെന്ന് വല്ലതും പറഞ്ഞിരുന്നു? വരും വിളിക്കേണ്ട വരും. ഇന്ന് തന്നെ വന്നോളും രാവിലെ. ഞങ്ങൾ വിളിക്കുക പോലും വേണ്ട. പുള്ളി ഇനി പോരും, പുള്ളിക്ക് തോന്നുന്നു പുള്ളിങ്ങൾ പോരും. ഇന്നലെ ഈ സിനിമയ്ക്ക് പോകുന്ന കാര്യമല്ലോ വീട്ടിൽ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അതൊക്കെ ചേട്ടച്ചാരെ വിളിച്ചാൽ പറഞ്ഞതെന്ന് അറിയത്തില്ല. എല്ലാ കാര്യം ചേട്ടച്ചാട് 1 മണിക്കൂർ ഇടപെട്ട് എന്തെങ്കിലും പോകുന്ന കാര്യങ്ങളൊക്കെ ചേട്ടച്ചാട് വിളിച്ച് പറയും. ഒരു അപ്പനും മോനും ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ കൂട്ടുകാരാണ് അവർ പോന്നിട്ടുണ്ടോ ഇൻഡോറിൽ നിന്ന് പോന്നിട്ടുണ്ട്? അറിയിച്ചിട്ടില്ല. കാരണം അവൻ്റെ മൊബൈൽ ഞങ്ങളുടെ കുടുംബക്കാർ കുറേ പേര് അവിടെ ഭോപ്പാലുണ്ട്. അവർ മൊബൈലൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്, കൊടുക്കാതെ ICUലാണെന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നത്. ഞങ്ങളിൽ ആര് പോയാലും ഞങ്ങൾക്ക് സങ്കടമില്ല. പക്ഷേ ഇത് ഞങ്ങൾക്ക് വലിയ തീരാ നഷ്ടം തന്നെ.